ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടോ. എന്നെ അറിയുന്ന എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാനൊരു ഒറ്റ മകളായിട്ടാണ് വളർന്നത്. സിബ്ലിങ്സ് ഒന്നും ഇല്ലാണ്ട്. അപ്പം നമുക്ക് കസിൻസും അതായത് നേരെ ബ്രദേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. സോ അതിൻ്റേതായിട്ടുള്ള ചെറുപ്പത്തിലൊക്കെ ഓക്കെ കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യേണ്ട, മിഠായി ഷെയർ ചെയ്യേണ്ട ഒക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ചെയ്തു. അവർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ ഇക്കാനോട് പറഞ്ഞു, എൻ്റെ ഏട്ടനോട് പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ വിചാരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓടിച്ചെന്ന് ഏട്ടാന്ന് വിളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളായിട്ട് പറഞ്ഞാണ്ടൊക്കെ ചെയ്ത് തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ആ സങ്കടമൊക്കെ മാറി, ഐ എം സോ ഹാപ്പി. എന്താണെന്ന് അറിയണ്ടേ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ചേട്ടന്മാർ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നത് ഞാൻ വളരെ വൈകിയാണ് അറിയുന്നത്. ഞാൻ നിൽക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, പാട്ട് പാടുന്നത്, ഡാൻസ് കളിക്കുന്നത്, എന്തിനെ ഞാനിടുന്ന റീലിടുന്ന കോസ്റ്റ്യൂം, അതിൻ്റെ പാട്ടിൻ്റെ വരി, ഞാൻ അതിനെ ഇടുന്ന ഓരോ എക്സ്പ്രഷൻസ് വരെ അവർ നോക്കാനുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ഭാഗ്യവതിയാണല്ലേ. എൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഇത്രയും അധികം ആൾക്കാരുണ്ടാവാന്ന് പറയും. എന്നെ എത്ര ഭാഗ്യം ആരെങ്കിലും ഉണ്ടാവോ? നിങ്ങളൊന്ന് ആലോചിക്കേ. എനിക്കൊന്നും അവരവരുടെ വീട്ടിലുള്ള കെട്ടിയോളയോ മക്കളെയോ അമ്മയോ അല്ലെങ്കിൽ സിസ്റ്റർമാരെ പോലും ഇത്രയും അധികം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എനിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചു. കാരണം എൻ്റെ കാര്യങ്ങൾ ഇത്രയും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് അവർക്ക് അതിനൊക്കെയുള്ള നേരം ഉണ്ടാവോ? എന്തായാലും എന്നെ ഇത്രയും അധികം സ്നേഹിക്കുന്നവർക്കും എൻ്റെ ഓരോ കാര്യങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റീലിൻ്റെ അടിയിൽ ഞാൻ എന്ത് കോട്ടിട്ടു എന്നുള്ളത് വായിച്ച് ആ വരിയുടെ അർത്ഥം, അതും സാധാരണ അർത്ഥമല്ല, വരിയുടെ ആഴങ്ങളുടെ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിലുള്ള പല അർത്ഥങ്ങളും വ്യാഖ്യാനിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അതൊരു വളരെ കഴിവ് തന്നെയാണ് കേട്ടോ. സോ ഇത്രയും അധികം ശ്രദ്ധിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത് ശ്രദ്ധിച്ച് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവാത്ത എൻ്റെ വീട്ടിലുള്ള പലരുടെ അടുത്തും ചെന്ന് പോയിട്ട് ഇതിൻ്റെ ഓരോ വരികളുടെയും ഇതിൻ്റെ ഓരോ എക്സ്പ്രഷൻ്റെയും അർത്ഥവ്യാഖ്യാനങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിച്ചും കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര സമയമല്ലേ അവർക്ക് എനിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. സോ നിങ്ങൾ ഇനിയും ഇതൊക്കെ ചെയ്യണം. ഞാൻ ഇനിയും റീലിടും, ഞാൻ ഇനിയും കോഴ്സ് ഇടും, വിവിധ എക്സ്പ്രഷൻസുകളും അവതരിപ്പിക്കും. സോ നിങ്ങൾ ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കണം. എന്നിട്ട് അർത്ഥങ്ങളൊക്കെ കീറി മുറിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ആ വരിയുടെ അർത്ഥം, ആ നോട്ടത്തിൻ്റെ അർത്ഥം, ആ കവിതയുടെ അർത്ഥം, അങ്ങനെ മൊത്തം അർത്ഥങ്ങൾ വിശദീകരിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ ജോലി പൂർത്തിയാവുള്ളൂ. നിങ്ങൾക്കൊക്കെ മലയാളം ക്ലാസ് എടുക്കാൻ പോകായിരുന്നില്ലേ? എൻ്റെ മലയാളം സാർ പോലും ഇത്രയും അധികം ഒരു വരിക്ക് അർത്ഥങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. സോ എല്ലാവർക്കും എന്നെ ശ്രദ്ധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഇനിയും ശ്രദ്ധിക്കുക, ഇനിയും നോക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒക്കെ റീൽസിനിടയിൽ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ചെയ്താൽ പോലെ. ഇനിയിപ്പോൾ അറിയാത്ത പല അർത്ഥങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. അല്ലാണ്ട് നിങ്ങളിപ്പം കാത്തിരുന്ന് കണ്ടുപിടിച്ച് ഒരാളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്ര സമയം വേസ്റ്റ് ആവുന്നു. അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് എൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്കങ്ങനത്തെ പ്രശ്നമുള്ള ആളൊന്നുമല്ല. സോ എനിവേ, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു ടാസ്ക് ഉണ്ട്. ഈ എക്സ്പ്രഷനിൽ എന്താണ് അർത്ഥം ഒന്ന് കണ്ടുപിടിക്കൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ കാത്തിരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും ആകർഷകനീയവുമായ സമ്മാനങ്ങളാണ്. സോ ബൈ.